ഹായ് ഫ്രണ്ട്സ്, സോൾട്ട് ആൻഡ് പേപ്പറിന്റെ ടേസ്റ്റി റെസിപ്പിയിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് നമ്മൾ മലയാളികളുടെ പ്രിയ വിഭവവും അമ്മമാരുടെ കൈപുണ്യം കൊണ്ട് സ്വാദിഷ്ടവുമായ കണവത്തോരനാണ്. എന്നാൽ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ വേണമെന്നും നോക്കാം. ആദ്യം വേണ്ടത് കണവ തന്നെയാണ്. ഇവിടെ പാചകം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം 350 ഗ്രാം കണവയാണ്. ഇതിനു പുറമെ വെളിച്ചെണ്ണ 100 ഗ്രാം, വെളുത്തുള്ളി 25 ഗ്രാം, കറിവേപ്പില ആവശ്യത്തിന്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടീസ്പൂൺ വീതം, സവോള ഒരെണ്ണം അരിഞ്ഞത്, പച്ചമുളക് 4 എണ്ണം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം ഒരു പാനിൽ 100 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ച് തിളപ്പിക്കണം. തിളച്ചു കഴിയുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞ 25 ഗ്രാം വെളുത്തുള്ളി, ആവശ്യത്തിന് കറിവേപ്പില, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്നിവയിട്ട് നന്നായി വഴറ്റുക. അതിലേക്ക് ഒരു സവോള അരിഞ്ഞതും പച്ചമുളക് ചെറുതായി അരിഞ്ഞത് 4 എണ്ണവും മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ എന്നിവയിട്ട് ഇളക്കിയ ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 350 ഗ്രാം കണവ കൂടി ഇതിലേക്ക് ചേർത്ത് ഇളക്കി നന്നായി വേവിക്കണം. ഇത് വെന്ത് വരുമ്പോൾ ഒരു മുറി തേങ്ങ ചിരകിയതും ഇട്ട് ഇളക്കിയെടുത്താൽ കണവത്തോരൻ റെഡിയായി കഴിഞ്ഞിരിക്കും. അപ്പോ തീർച്ചയായും ഈ റെസിപ്പി പരീക്ഷിക്കുന്നതിനോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ പുതിയ വിഭവങ്ങൾക്കായി.